മലയാളികളുടെ ഉത്സവമാണ് ഓണം അല്ലേ? നമുക്കറിയാം ഓണത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ഒന്ന്, നമ്മൾ ഊഞ്ഞാലാടുന്നത് ഓണത്തിൻ്റെ സമയത്താണ് അല്ലേ? അടുത്തത്, നമ്മൾ വടംവലിയെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നതും ആ കാലഘട്ടങ്ങളിലാണ്. പിന്നെ ഓണസദ്യ പറയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ബ്രില്യൻറ്റിൻ്റെ ഫിസിക്സ് ടീച്ചേഴ്സിൻ്റെ പേരിൽ, ബ്രില്യൻ ഫാമിലിയുടെ പേരിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ വടംവലിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓണത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അവിടെയും ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുവരാം അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഓണത്തിനെ നിങ്ങളെ വിടത്തില്ലല്ലോ, അവിടെയും ഫിസിക്സ് കണ്ടെത്താൻ ശ്രമിക്കുവാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഉദ്ദേശം അങ്ങനെയുള്ള സിറ്റുവേഷനിലും എല്ലാ സിറ്റുവേഷനിലും ഫിസിക്സ്, കെമിസ്ട്രി അതിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ വടം വലിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഏത് ടീമാണ് ജയിക്കുക അല്ലേ? അപ്പോൾ ആ ജയിക്കുന്നതിൻ്റെ ആൻസർ ഞാൻ അവസാനത്തേക്ക് മാറ്റി വെക്കുവാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ JEE മെയിൻ എക്സാമിന് പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഫിസിക്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഓണക്കാലത്ത് നിങ്ങളുടെ അടുത്ത് വരിക. അപ്പോൾ നമ്മൾ ഫിസിക്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫിസിക്സ് പഠിക്കുമ്പം ഒന്ന് സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെ യൂസ് ചെയ്യണം, അങ്ങനെ ചിലർക്ക് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മെറ്റീരിയൽ, അപ്പോൾ ആ മെറ്റീരിയൽ എല്ലാവർക്കും അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ബേസ് ചെയ്തും സിലബസ് ഓറിയൻറ്റഡുമായിട്ടാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്നുകൂടെ തനിയെ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ബുക്ക് ഉണ്ട്, ആ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഏത് എക്സാമിനും പ്രിപ്പറേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ അതിൽ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും കാണാറുള്ളതാണ്, അല്ലെങ്കിൽ സെയിം പ്രിൻസിപ്പിൾ വെച്ചിട്ട് അല്പം മാറ്റിയൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ എല്ലായ്പ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ചിലപ്പോൾ സംശയം ഉണ്ടാകും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സാം അല്പം എളുപ്പമായിരുന്നല്ലോ, അപ്പോൾ ഈ വർഷം എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ തൽക്കാലം അതിനെക്കുറിച്ച് അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുവാ, അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമ്മൾ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിച്ചാൽ തീർച്ചയായിട്ടും ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം ആണെങ്കിലും ഈസി ആയിട്ടുള്ള എക്സാം ആണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ മനസ്സിലാക്കാം, എക്സാം ഡിഫിക്കൽട്ടാണെങ്കിൽ എല്ലാവർക്കും അത് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്കറിയാം JEE മെയിൻ സിലബസ് NCERT ഓറിയൻറ്റഡ് ആണല്ലേ? അപ്പോൾ ആ NCERT ടെക്സ്റ്റ് സമയം കിട്ടുന്ന അനുസരിച്ചൊക്കെ കുറച്ചൊക്കെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ്, സോൾവ്ഡ് എക്സാമ്പിളൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പലപ്പോഴും പലരും പറയാറുണ്ട് ഫിസിക്സിൽ നമ്മൾ എന്തുമാത്രം പഠിച്ചാലാണല്ലേ? കുറേ ചാപ്റ്ററുകളുണ്ട്, കുറേ ടോപ്പിക്കുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എഫർട്ട് ഓഫ് സ്റ്റഡി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ചാപ്റ്ററുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. ആ ലിങ്കിങ് ഓഫ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക്സ് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ ഓരോ ചാപ്റ്ററിലും പുതിയതായിട്ട് പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഒന്ന്, നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലേ? നമ്മൾ പല ചാപ്റ്ററുകളിൽ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. നമ്മൾ ഗ്രാവിറ്റേഷനിൽ വർക്ക് എനർജി പവറിലെ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ഐഡിയ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നീട് വരുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രത്യേകതകൾ പഠിക്കുന്നു. പിന്നെ ഓസിലേഷൻ പഠിക്കുന്നു, മെക്കാനിക്കൽ പെർപ്പർട്ടീസ് പഠിക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുവാ, അവിടെയെല്ലാം കോമൺ ആയിട്ട് കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ ഈ ചാപ്റ്ററുകളിൽ കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കറണ്ട് ഫ്ലോയിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് കറണ്ട് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ നടക്കണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട്, ചാർജിൻ്റെ ഫ്ലോ പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക് ഏതൊക്കെയാണ്? ഒന്ന്, അതിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ലിക്വിഡിൻ്റെ ഫ്ലോ, പ്രഷർ ഡിഫറൻസ് മൂലം ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് ഹീറ്റ് എനർജി ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അവിടെയെല്ലാം തീർച്ചയായിട്ടും ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പകരം നമുക്ക് പ്രഷർ ഡിഫറൻസ് ഇൻ ലിക്വിഡ് ഫ്ലോ വരും. ഹീറ്റ് ഫ്ലോയുടെ സമയത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ അതിനുശേഷം അത് കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ മെക്കാനിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ലോസ് ഓഫ് മോഷൻ.
അപ്പോൾ അതിൻ്റെ എല്ലാം പ്രിൻസിപ്പിളുകൾ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളിലും വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ അധികം പോർഷൻസ് നമ്മൾ ഓരോ ചാപ്റ്ററിലും വരുമ്പോൾ ഓൾറെഡി പഠിച്ചെന്ന് മനസ്സിലാക്കുക. ഒക്കെ അങ്ങനെ ഓരോ ചാപ്റ്ററുകൾ ലിങ്ക് ചെയ്ത് പഠിക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ റിലേഷൻസ് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. പിന്നെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മൾ ചില എക്സാമിന് മാർക്ക് കുറയാം, ചില എക്സാമിന് മാർക്ക് കൂടാം. അപ്പോൾ അതൊക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നമ്മൾ പഠനത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പഠിച്ച് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വടംവലിയുടെ ആൻസറും കൂടെ ഞാൻ പറഞ്ഞൊന്ന് നിർത്താം. നമ്മൾ വടം വലിക്കുന്ന സമയത്ത് ഏത് ടീമാണ് വിൻ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് കാണും, ഏത് ടീമാണോ ഈ റോപ്പിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് ആ ടീമായിരിക്കും ജയിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കാണും ചിലരെങ്കിലും. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഫിസിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു ഐഡിയൽ റോപ്പായിട്ട് കൺസിഡർ ചെയ്താൽ ആ റോപ്പിൽ രണ്ട് ടീമും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകൾ സെയിം ആയിരിക്കും. പിന്നെ ആരാണ് അവിടെ വിന്നിങ് ടീമിനെ തീരുമാനിക്കുന്നത്? നമുക്കറിയാം, ഏത് ടീമാണോ ഗ്രൗണ്ടിൽ കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആ ടീമിനാണ് ഗ്രൗണ്ടിൽ നിന്ന് കൂടുതൽ റിയാക്ഷൻ ഫോഴ്സ് തിരിച്ചു കിട്ടുന്നത്. ആ ഫോഴ്സ് മൂലമാണ് ടീം വിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ എഫർട്ട് എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ടും അതിനോടൊപ്പം മെച്ചമായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നല്ല എഫർട്ട് ഇട്ട് ഫിസിക്സിനെ സ്നേഹിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ വരുന്ന എക്സാമുകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് JEE മെയിൻ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി അടുത്ത എക്സാമിന് കോൺഫിഡൻസോടുകൂടി എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.